കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 26 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കുന്ന ഓണാഘോഷ പരിപാടിയായ ഓണോത്സവം 2025 9ാം ദിനത്തിൽ കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് എൻ IAS സമുദ്രതീരത്തിന്റെ പുതിയ മന്ദിരം സന്ദർശിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ കളക്ടർ N ദേവിദാസ് IAS ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു. കഴിഞ്ഞ വർഷം ഉത്രാട ദിനത്തിലാണ് ഞാനിവിടെ വന്നത്. അന്ന് വന്നപ്പോഴത്തേക്കും ആ ഒരിടക്ക് ഇത്തരത്തിൽ പല സ്ഥാപനങ്ങളിലും പോകാറുണ്ടായിരുന്നു. കാരണം ഈ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കുറേയധികം സർക്കാരിൻ്റെ സ്ഥാപനങ്ങളുണ്ട്, സർക്കാർ ഇതര സ്ഥാപനങ്ങളുണ്ട്, സർക്കാരിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസിൻ്റെ സൊസൈറ്റി ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥാപനങ്ങളും ഇങ്ങനെ ഇപ്പോൾ ചെല്ലുന്ന സമയത്ത് ഒരു ദിവസം റൂബൽ സിംഗ് വന്ന് പറഞ്ഞു, വളരെ സൗമ്യം, ഞാൻ അന്നും പറഞ്ഞാണ്, വളരെ സൗമ്യമായിട്ട് വന്ന് വലിയ അവകാശവാദങ്ങളോ വലിയ ആരവങ്ങളോ ആർഭാടങ്ങളൊന്നുമില്ലാതെ പതുങ്ങി ഒരു മനുഷ്യൻ വന്ന് അവിടെ ഇരുന്ന് എനിക്കിങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, അങ്ങൊന്ന് വരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്ന് ഇപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അന്ന് വന്നപ്പോൾ ഞാനിതിങ്ങനെ പറയുമായിരുന്നു, ഈ സ്ഥാപനം അന്നിവിടെ കുറേ അന്തേവാസികളുണ്ടായിരുന്നു, കുറച്ചുകൂടി ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവരെ കണ്ടപ്പോൾ ഞാനിങ്ങനെ പറയാം, ഇതിങ്ങനെ വലിയൊരു സ്ഥാപനമായി വളരണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഇത്രയധികം അന്തേവാസികൾ ഇവിടെ വരണമെന്നുള്ള ആ ഒരു കാര്യമുണ്ട്. പക്ഷെ അതങ്ങനെയല്ല, ആലംബഹീനരായിട്ടുള്ള അവശത അനുഭവിക്കുന്ന മറ്റാരും ശ്രദ്ധിക്കാതെ പരിചരണം ആവശ്യമുള്ള സമൂഹത്തിൽ പലപ്പോഴും കുടുംബങ്ങളിൽ നിന്നും മറ്റ് സഹജീവികളിൽ നിന്നുമൊക്കെ അവഗണന നേരിടുന്നവരെ അവരിങ്ങനെ ചേർത്ത് പിടിച്ച് ഒരിടത്ത് കൊണ്ടുപോയി പാർപ്പിച്ച് അവർക്ക് ശുശ്രൂഷയും അവർക്ക് ആവശ്യമുള്ള പരിചരണവും അവരുടെ പ്രയാസങ്ങളിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനം. അങ്ങനെ നടത്തുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ ആ രീതിയിൽ തന്നെയാണ് കണ്ടത്. ഇവിടെ വന്നപ്പോൾ അത് മനസ്സിലാവുകയും ചെയ്തു. തീർച്ചയായും ഈ സ്ഥാപനത്തിന് നല്ല സൗകര്യങ്ങളുണ്ടാകണം, ഇവിടെയുള്ള അന്തേവാസികൾക്കെല്ലാം സന്തോഷം ഉണ്ടാകണം, അവർക്കെല്ലാ ശുശ്രൂഷയും മരുന്നും മറ്റ് സൗകര്യങ്ങളെല്ലാം ലഭിക്കണം എന്നുള്ള ഒരാഗ്രഹവും പ്രത്യാശയും കൂടിയാണ് ആ അവസരത്തിൽ ഞാൻ പ്രകടിപ്പിച്ചത്. ഒരു വർഷം കഴിഞ്ഞു. നമ്മുടെ കല്ലടയാറിലൂടെ ധാരാളം വെള്ളം ഒഴുകിപ്പോയി. നമ്മുടെ മനസ്സിലൂടെ ധാരാളം കാഴ്ചകളും കണ്ണിൻ്റെ മുന്നിലൂടെ ധാരാളം കാഴ്ചകളും എല്ലാം കടന്നുപോയി. വർഷം മാറി, ഋതുക്കൾ മാറി, അങ്ങനെ ഒട്ടനവധി മാറ്റങ്ങൾ നമ്മുടെ ചുറ്റുപാടും വന്നു കഴിഞ്ഞു. ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് സംശയിക്കാം. പക്ഷേ നമുക്കറിയാം, NHൻ്റെ വർക്ക് സർക്കാർ വലിയ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. വലിയ അഭിമാന പദ്ധതിയാണ് 4 വരി പാത. അത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പോവുകയാണ്.
അന്ന് ഇതിലോട്ട് വരണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞ് വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് അത്ര ബുദ്ധിമുട്ടില്ല, വലിയ സൗകര്യങ്ങളാണ്. അപ്പോൾ അത് സംഭവിച്ചു. ഇന്നിവിടെ വരുമ്പോൾ ശ്രീ റൂബൽ സിംഗ് എന്നെ കാണിച്ചത് കൊട്ടാത്തലയുണ്ടായിരുന്നു ശ്രീകുമാർ. അപ്പോൾ ഇവർ രണ്ടുപേരും കൊണ്ടുപോയി കാണിച്ച അതായത് ഈ സമുദ്രതീരം എന്ന ഈ കേന്ദ്രത്തിന്, വയോജന കേന്ദ്രത്തിന് പുതിയ ഒരു സ്ഥാപനവും സൗകര്യവും ലഭ്യമാവാൻ പോവുകയാണ്. വലിയ സജ്ജീകരണത്തോടെ കുറേ കൂടി സൗകര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ഇവിടുത്തെ അന്തേവാസികൾക്ക് വളരെ സൗഹൃദപരമായ, പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒട്ടനവധി പ്രയാസങ്ങൾ ഇനി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ സാധിച്ചെങ്കിൽ തീർച്ചയായും ശ്രീ റൂബൽ സിംഗിൻ്റെ പ്രയത്നത്തെയും ആ മാനസിക സംഘർഷത്തെയും നിങ്ങൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ള ആ ഒരു പരിശ്രമത്തെയും ഒക്കെ ഈ അവസരത്തിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഓർക്കുകയാണ്. എത്രയധികം കഷ്ടപ്പെട്ടുണ്ടാവും. സാമ്പത്തികമായിട്ട് നമുക്ക് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് അങ്ങനെ ഒരു സ്ഥാപനം വളർത്തിക്കൊണ്ടുവരുന്നതിന്. ഇനിയും പൂർത്തിയായിട്ടില്ല, പക്ഷേ നല്ല ഇച്ഛാശക്തിയുണ്ട്, പൂർത്തീകരിക്കണമെന്നുള്ള. പിന്നെ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടായിരിക്കണം അതിങ്ങനെ ഏറെക്കുറെ ഏതാണ്ട് 60-70% ഇങ്ങനെ പൂർത്തീകരിച്ച് വന്നിരിക്കുകയാണ്. ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്ത് തീർക്കാനുണ്ട്. അത് മാത്രമേ അതിലോട്ട് താമസത്തിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ സമൂഹത്തിൽ ധാരാളം നല്ല മനസ്സുള്ള സുമനസ്സുക്കളുണ്ട്. അവരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ പ്രതികരിക്കും. ഞാൻ പിന്നെ കൊട്ടാരക്കരയ്ക്കുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ചില സ്ഥാപന മേധാവികൾ അവരുടെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് വലിയ കെട്ടിടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, മെഡിക്കൽ ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അന്തേവാസികൾക്ക് വേണ്ടിയിട്ടുള്ള അവിടെ തന്നെ ഉള്ള സൗകര്യങ്ങൾ, കൂടുതൽ സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ നമുക്ക് സ്ഥാപനങ്ങളെ സമീപിക്കാനുള്ള ഒരു ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. അപ്പം അങ്ങനെ ഇതിൻ്റെ സാമ്പത്തിക സമാഹരണം നടത്തിയിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ ഭരണതലത്തിൽ സർക്കാരിൻ്റെയൊക്കെ ബന്ധപ്പെട്ട മന്ത്രിമാരുടെയൊക്കെ സാന്നിധ്യം ഇവിടെ ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ തീർച്ചയായും ഈ സ്ഥാപനത്തിന് ആ രീതിയിലുള്ള വലിയ പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ വർഷം ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ ഈ പിന്നെ ഓണക്കാലത്ത് ഉത്രാട ദിനത്തിലാണ് ഇവിടെ വന്നു എന്ന് പറഞ്ഞല്ലോ. അതുപോലും ഉത്രാട പൂനിലാവേ ശ്രീകുമാറിൻ്റെ നിർബന്ധം കാരണം 1-2 സ്ഥലങ്ങളിൽ പാടേണ്ടി വന്നു. അത് യാദൃശ്ചികമായി ഇവിടെ ഞാൻ കയറി വരുമ്പോൾ ആരൊക്കെയോ പാട്ട് പാടുന്നതൊക്കെ കേട്ടപ്പോൾ പിന്നെ ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് അവർക്ക് അതിലെന്തെങ്കിലും ഒരു സന്തോഷം ലഭിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാടിയത്. അതെൻ്റെ വലിയൊരു കഴിവൊന്നുമില്ല, വെറുതെ ഒരു മൂളിപ്പാട്ട് പാടാത്തവരില്ലല്ലോ, അങ്ങനെ പാടിയെന്നേ ഉള്ളൂ. അപ്പോൾ ആ നിലക്ക് ആ ഒരു വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പ്രാർത്ഥനയും ഏറെ കലാപരിപാടികളും കലാസന്ധ്യകളും കലാവിരുന്നുകളൊക്കെ കണ്ട് നിങ്ങൾ മനസ്സ് സന്തോഷിക്കുന്നതോടൊപ്പം ഇവിടുത്തെ പശ്ചാത്തല സൗകര്യങ്ങൾ കൂടി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പ്രഗത്ഭരായിട്ടുള്ള ഈ സാമൂഹിക പ്രവർത്തകരും
അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികളുമായിട്ടുള്ളവരൊക്കെ ഇവിടെ വരുമ്പോൾ അവരുടെ മുന്നിൽ ഈ ആവശ്യങ്ങളും ഇവിടുത്തെ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം അവതരിപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം നടത്തണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. ഇതിനാവശ്യമായിട്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നതിന് യാതൊരു മടിയും ഞാനും കാണിക്കില്ല. അതിപ്പോൾ സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്, ജില്ലാതലത്തിൽ ലഭിക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും സ്ഥാപനം ആ രീതിയിൽ ഒരു ഫണ്ട് വിനിയോഗത്തിന് വന്നു കഴിഞ്ഞാൽ അവരെ വളരെ ധൈര്യപൂർവ്വം സമീപിക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് ഫണ്ട് വിനിയോഗിക്കാവുന്ന ഒരു സ്ഥാപനമാണ് ഇത് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതിന് മടിക്കില്ല. കാരണം ഇതിൻ്റെ നടത്തിപ്പ് അത്രയും നല്ല രീതിയിൽ റൂബൽ സിംഗും അല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. റൂബൽ സിംഗിനെ സഹായിക്കാൻ ശ്രീകുമാറും വളരെയധികം ശ്രമിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഇന്നത്തെ ഈ ഉത്രാട ദിനത്തിൽ, ഉത്രാട ദിനമായിട്ടില്ല, ഉത്രാടത്തിൻ്റെ പിന്നെ ഈ ഓണക്കാലത്തിൻ്റെ ആഘോഷങ്ങളിൽ നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ കിട്ടിയ ഈ സമയം എൻ്റെ മനസ്സിലെന്നും ഞാൻ ഓർക്കും. ഇന്ന് പാടാനും നിങ്ങളെ പാടി സന്തോഷിപ്പിക്കാനൊന്നും ഞാൻ മെനക്കെടുന്നില്ല. നിങ്ങളുടെ പാട്ടുകൾ ഞാൻ കേൾക്കും. തീർച്ചയായും നേരത്തെ ശ്രീകുമാർ സൂചിപ്പിച്ച പോലെ ഇവിടെ കളക്ടറായിട്ട് വരുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് എന്താണ് ഇനി എങ്ങനെയാണെന്നൊക്കെ, ഏതായാലും ഒരു വർഷം ഏതാണ്ട് 2 വർഷം പൂർത്തിയാവുന്ന ഈ നേരത്ത് എനിക്ക് വലിയ പ്രതീക്ഷകളാണ് കൊല്ലത്തിനെ കുറിച്ച്. കാരണം ഈ വർഷത്തെ സർക്കാരിൻ്റെ ബഡ്ജറ്റ് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കൊല്ലത്തിന് വലിയ സഹായമാണ് പല മേഖലകളിലും. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, ഖജനാവ് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചുമതലയുള്ള മന്ത്രി തന്നെ വളരെ ശ്രദ്ധാപൂർവം നിയമവിധേയമായിട്ട് എല്ലാ തരത്തിലും അനുവദിക്കാവുന്ന ഫണ്ടുകൾ വിവിധ മേഖലകളിൽ, പശ്ചാത്തല സൗകര്യം എന്ന് പറയുമ്പോൾ റോഡ്, അതായത് വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ, ഇങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണ മാതൃകയിലുള്ള ഒരു വികസന പരിപ്രേക്ഷ്യം, കാഴ്ചപ്പാടാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. അത് വരുന്നതോടൊപ്പം അനുബന്ധമായിട്ട് ഈ പരിസരങ്ങളിലുള്ള സ്ഥാപനങ്ങൾ വികസിക്കും. അതോടൊപ്പം ഇവിടുത്തെ പലവിധങ്ങളായിട്ടുള്ള തൊഴിൽ മേഖലകൾ അതിന് ചലനമുണ്ടാവും. അല്ലെങ്കിൽ യുവാക്കൾ, നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യ വിഭവശേഷിയാണ്. ആ മനുഷ്യ വിഭവശേഷിയെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്. ഇവിടെ ധാരാളം പേര് പലവിധങ്ങളായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെടുന്നുണ്ട്. നമുക്ക് ഇനിയും ഇവിടെ പലതരങ്ങളിലുള്ള തൊഴിൽ ഏർപ്പെട്ടിട്ട് അവരുടെ വരുമാനം കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്, പരിശീലനമൊക്കെ കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പദ്ധതികൾ ഏതെങ്കിലും തരത്തിൽ ആവശ്യമാണെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പരിശീലനം ഈ സ്ഥാപനത്തിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽ അപ്ഗ്രഡേഷൻ ഫാക്കൽറ്റീസിനെ നമുക്കിവിടെ, അതായത് തൊഴിൽ വൈദഗ്ധ്യം നൽകുന്ന വിദഗ്ധരെ, തൊഴിൽ നൈപുണ്യമുള്ളവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുപ്പിക്കാൻ സാധിക്കും. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ തൊഴിൽ, പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായിട്ട്, അത് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാവുന്ന തൊഴിൽ. ഈയിടെ ഞങ്ങളൊരു പദ്ധതി ചെയ്തു. അതായത് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള മാനസിക വെല്ലുവിളി നേടുന്ന കുട്ടികൾ, അവരെ പഠിപ്പിക്കുന്ന സ്ഥാപനമുണ്ട്, ബഡ് സ്കൂൾ. ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിരിക്കും. ആ ബഡ് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഈ കുട്ടികളെ അവിടെ കൊണ്ടുവിടാനും തിരിച്ച് വൈകിട്ട് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമ്മമാർ വരും. ഈ അമ്മമാരെന്ത് ചെയ്യും?
വൈകിട്ട് വരെ ആ പരിസരങ്ങളിലിങ്ങനെ അവരുടെ സമയം ചെലവഴിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യ വിഭവശേഷി. ആ മനുഷ്യ വിഭവശേഷിയെ ക്രിയാത്മകമായിട്ട് വിനിയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വയം വികസിക്കാനുള്ള അവസരമുണ്ട്. ഈ അമ്മമാരവിടെ വരുന്നു, വെറുതെ ഇരിക്കുന്നു, മൊബൈൽ കുറേ സമയം നോക്കും, അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കും. അപ്പോൾ ആ അമ്മമാരുടെ സമയം കാര്യക്ഷമമായിട്ട് വിനിയോഗിച്ച് എങ്ങനെ അവർക്ക് തന്നെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആലോചിച്ചു. നമ്മുടെ ഇവിടെ ഒരു സ്ഥാപനമുണ്ട്, ബയേർഡ് RCT, അതായത് കാനറ ബാങ്കിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് ഗ്രാമീണ യുവാക്കളെ അല്ലെങ്കിൽ തൊഴിൽ രഹിതരായവരെ പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥാപനം. അവിടെ വിദഗ്ധരായിട്ടുള്ള തൊഴിൽ നൈപുണ പരിശീലന വിദഗ്ധരുണ്ട്. അപ്പോൾ അവരെ ഉൾപ്പെടുപ്പിച്ച് അതുപോലെ സർക്കാരിൻ്റെ സംവിധാനങ്ങളെയും കൂടി ഉൾപ്പെടുപ്പിച്ചു ആ അമ്മമാർക്ക് ഒരു തൊഴിൽ പരിശീലന പദ്ധതി ഒരുക്കി. മറ്റൊന്നുമല്ല, ഇന്ന് ഈ മധ്യവർത്തി കുടുംബങ്ങളിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുമ്പോൾ ആ ഭക്ഷണ രീതി ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ചില ഭക്ഷണ രീതികളുണ്ട്. മൈക്രോ ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഫുഡ്, അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. കൃഷി വിജ്ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെയാണ്. അവിടുത്തെ വിദഗ്ധന്മാർ ഡോക്ടർമാരാണ്. അഗ്രികൾച്ചർ സയൻസിൽ ഡോക്ടറേറ്റുള്ള ആ ഫാക്കൽറ്റീസിനെ, ആ വിദഗ്ധരെ നമ്മൾ കൊണ്ടുവന്നു, ടീച്ചേഴ്സിനെ കൊണ്ടുവന്നു. അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ അമ്മമാർക്ക് പരിശീലനം കൊടുത്തു, 30 പേർക്ക്. കഴിഞ്ഞ ആഴ്ചയാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇങ്ങനെ കൂടിച്ചേർന്ന സമയത്ത് അവരൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം വെറുതെ കളയുന്ന ഒരു സമയത്താണ് തീർത്തും വിരസത അനുഭവിക്കുന്ന ഞങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യും, ഇവരെന്നും ഇങ്ങനെ. പക്ഷേ അവരിപ്പോൾ വളരെ ഊർജ്ജസ്വലമായിട്ട് നിൽക്കുകയാണ്. കാരണം ആ ബാങ്ക് തന്നെ, അതായത് പരിശീലനം കൊടുത്ത ബാങ്ക് തന്നെ പറയുകയാണ്, സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈടൊന്നും വേണ്ട, നിങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഈ പരിശീലനത്തിലൂടെ നിങ്ങൾ ആർജിച്ച ആ ഒരു വൈദഗ്ധ്യം അതുപയോഗിച്ച് നിങ്ങൾക്ക് സ്വയം ഒരു സംരംഭം ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ഞങ്ങൾ തരാം. അങ്ങനെ ഒരു അവസരമുണ്ട്. ഈ അവസരങ്ങളെ കണ്ടെത്തണം. അതിവിടെയും സാധിക്കും. നമ്മുടെ സമയം അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ ഒരുപക്ഷെ മാനസികമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു എന്താണ് പറയുക, ഒരു ചാഞ്ചല്യം, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ജീവിതത്തെ കുറച്ചുകൂടി കരുത്തോടു കൂടി നേരിടാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്രിയാത്മകമായിട്ട് നമ്മുടെ സമയത്തെ വിനിയോഗിക്കാൻ പറ്റും. നമ്മൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാവും, വരുമാനം കിട്ടും, സ്ഥാപനത്തോടൊരു പ്രതിബദ്ധത ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല, അതോടൊപ്പം ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾക്ക് തൊഴിൽ നൈപുണ്യം ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് ഈ സ്ഥാപനവുമായിട്ട് സംസാരിച്ചിട്ട് അതിനുള്ള അവസരം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങയോടുള്ള അഭ്യർത്ഥനയാണ്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം. മാത്രവുമല്ല, അത്തരത്തിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ഈ ബാങ്കിങ് സ്ഥാപനങ്ങളെ കൊണ്ട് ദേശസാൽകൃത ബാങ്കുകളുണ്ട്, അവരെ കൊണ്ട് ചെയ്യിക്കുന്നതിനും സാധിക്കും. ചെറിയ ചെറിയ വരുമാനങ്ങളിങ്ങനെ സ്വരൂപിച്ചിട്ടാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. സംഗീതവും മറ്റ് കലാപ്രവർത്തനങ്ങളും സർഗാത്മക പ്രവർത്തനങ്ങളും എല്ലാം നല്ലത് തന്നെ. അതോടൊപ്പം ഒഴിവ് സമയത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കാനും കൂടി സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാവും. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജോലിയിൽ ഏർപ്പെടുക എന്നുള്ളതും കൂടിയാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഈശ്വരൻ കരുത്ത് നൽകട്ടെ, നല്ല ആരോഗ്യവും നൽകട്ടെ, എല്ലാവർക്കും സന്തോഷവും ഉണ്ടാകട്ടെ. ഈ ഓണക്കാലം വേറിട്ടതായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങളോടൊപ്പം ഈ സമയം
ചെലവഴിക്കാൻ എനിക്ക് സാധിച്ചതിൽ എല്ലാ അച്ഛനമ്മമാരോടും എൻ്റെ ഏറ്റവും ഹൃദയത്തിൽ നിന്നുള്ള ഓണാശംസകൾ നേരുന്നു, നന്മകൾ നേരുന്നു. നന്ദി. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോട്ടാത്തല ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു. സമുദ്രതീരം ഇത് 5ാമത്തെ ഓണോത്സവമാണ് സംഘടിപ്പിക്കുന്നത്. 5 വർഷം തികയുകയാണ്. 5 വർഷത്തിനിടയിൽ ഓരോ വർഷവും ഗംഭീരമായ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ ഇതിൻ്റെ സംഘാടകർ വലിയ താല്പര്യമെടുക്കുകയാണ്. മറ്റെല്ലായിടങ്ങളിലും അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസം, അത്തം കഴിഞ്ഞാലും തുടങ്ങിയാലും 10 ദിവസത്തിൽ കൂടുതൽ ഓണാഘോഷം നടത്തുന്ന ഇടങ്ങൾ വളരെ അപൂർവമാണ്. ഇവിടെ 14 ദിവസത്തെ ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യ ദിവസം ബഹുമാന്യനായ ശ്രീ NK പ്രേമചന്ദ്രൻ MP ഈ ഓണോത്സവം 2025 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. UDFൻ്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP അടക്കം ഒട്ടേറെ പ്രമുഖർ ഈ വേദിയിൽ വന്നുപോയി. ഇനി വരാനിരിക്കുന്നുമുണ്ട്. നാളെയും മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസങ്ങളിലൊക്കെയായി ജനപ്രതിനിധികളും KSFE ചെയർമാൻ അടക്കമുള്ള ഒട്ടേറെ പേർ ഇവിടേക്ക് വരാനിരിക്കുകയാണ്. അതിനും അപ്പുറമാണ് ഇവിടെ നടത്തി വരുന്ന കലാപരിപാടികൾ. ഇന്ന് രാവിലെ നാടൻപാട്ട് മത്സരമാണ് സംഘടിപ്പിച്ചത്. ഈ പ്രമുഖ ടീമുകൾ വ്യക്തികളായും അല്ലാതെയും ഒക്കെ വന്ന് മത്സരങ്ങളിൽ പങ്കെടുത്ത് തിരുവനന്തപുരത്തു നിന്നും വിധികർത്താക്കളെ വരുത്തി ഈ മത്സരം നിയന്ത്രിക്കുന്ന അത്ര ഗംഭീരമായി നാടൻപാട്ട് മത്സരം സംഘടിപ്പിച്ചു. അതിനു മുൻപ് ചലച്ചിത്രഗാന മത്സരം സംഘടിപ്പിച്ചു, കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു, തിരുവാതിരക്കളി മത്സരം സംഘടിപ്പിച്ചു തുടങ്ങി ഇങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നായി ജില്ലയ്ക്കകത്തും പുറത്തു നിന്നുമുള്ള കലാപ്രതിഭകൾ ഇവിടെ എത്തി അവരുടെ സർഗ്ഗപരമായ കഴിവുകൾ മുഴുവൻ ഈ വേദിയിൽ അവതരിപ്പിക്കുന്ന ഒരു ഉത്സവം തന്നെയാക്കി മാറ്റുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അച്ഛനമ്മമാരുടെ മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ ദിവസവും വിഭവസമൃദ്ധമായ സദ്യ, പായസം ഉൾപ്പെടെയുള്ള സദ്യയുമുണ്ട്, ഓണസദ്യയുമുണ്ട്. ആ നിലയിൽ മനസ്സും വയറും എല്ലാം നിറഞ്ഞ് സംതൃപ്തിയോടെ ഇവിടെ കൂടുമ്പോഴാണ് ഇന്ന് അപ്രതീക്ഷിതമായി ഒരു അതിഥിയായി കൊല്ലം ജില്ലയുടെ കളക്ടർ ബഹുമാന്യനായ ശ്രീ N ദേവിദാസ് കടന്നു വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു 6-ാം തീയതി എത്തണമെന്നാണ് ഇവിടെ നിന്നും ഔപചാരികമായി അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ അവിടെ അഭ്യർത്ഥിച്ചത് സമുദ്രതീരത്തിലെ അച്ഛനമ്മമാർക്കൊപ്പം എത്തി അങ്ങ് ഒരു ദിവസം ഓണസദ്യയിൽ പങ്കെടുക്കണമെന്നാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ എത്തിയത് ഞാൻ ഓർക്കുന്നു ഭാര്യയും മകളാണോ മകനാണോ അവർക്കൊപ്പമാണ് അന്നിവിടെ എത്തിയത്. 5 മിനിറ്റ് കൊണ്ട് പോകുവാൻ വന്ന ആൾ ഇവിടെ നിന്ന് ഉത്രാടപ്പൂനിലാവയൊക്കെ പാടി ഗംഭീരമാക്കി നമ്മളെല്ലാം മനസ്സ് സന്തോഷിപ്പിച്ച് ഇവിടുന്ന് പോയി. പക്ഷേ അത് ഞാനും ഏറ്റെടുത്തു. ഞാൻ ഈ കൂട്ടിമുട്ടുന്നിടത്തെല്ലാം കളക്ടറെ കൊണ്ട് പാടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ഞാൻ മാറി. ഇപ്പോൾ 3 ഇടത്തെങ്ങാണ്ടായി. ഞാൻ ഞങ്ങളുടെ കൊല്ലം പ്രസ് ക്ലബ്ബിൽ ഓണാഘോഷം നടത്തിയപ്പോഴും പ്രസംഗം നിർത്തി പിൻവാങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഉത്രാടപ്പൂനിലാവയെ പാടണമെന്ന് പറഞ്ഞു. എന്തായാലും നമ്മുടെ ആവശ്യപ്പെടുമ്പോൾ അതിനൊന്നും നിരുത്സാഹപ്പെടുത്താതെ അദ്ദേഹം അവിടെ മനോഹരമായി പാടി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ കണ്ടു കളക്ട്രേറ്റിലെ ഓണാഘോഷവും അദ്ദേഹം മറ്റൊരു ഓണപ്പാട്ടും പാടി അവരെ എല്ലാം സന്തോഷിപ്പിക്കുകയാണ്. ഒരു വലിയ പാട്ടുകാരൻ എന്ന നിലയിലല്ല, ഒരു വലിയ പദവിയിലിരിക്കുന്ന ആൾ നമുക്കൊപ്പം നിന്ന് ഒരു മൂളിപ്പാട്ടെങ്കിലും പാടുമ്പോഴാണ് നമുക്കെല്ലാവരുടെയും ഹൃദയത്തിൽ അതിൻ്റെ സ്പന്ദനം കൂടിക്കൂടി വരുന്നത്. എത്ര മനോഹരമായിട്ടാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. ഞാൻ മനസ്സിലാക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ജനിച്ചു വളർന്ന് നാട്ടിൻപുറത്തിൻ്റെ എല്ലാ നന്മകളും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അവിടുത്തെ ക്ലബ്ബുകൾ, നാട്ടിൻപുറത്തെ ക്ലബ്ബിൽ പ്രവർത്തിച്ച് ഓടാനും ചാടാനും പാട്ടുപാടാനും മിമിക്രി കാണിക്കുവാനും നാടകത്തിലുമൊക്കെ അഭിനയിച്ച് സജീവമായി നിന്നിരുന്നൊരു കുട്ടിക്കാലം ശ്രീ N ദേവിദാസിനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് മുതിർന്നപ്പോഴേക്കും കലോത്സവങ്ങളിലെല്ലാം തിളങ്ങി. പിന്നീട് സർക്കാർ ഉദ്യോഗസ്ഥനായി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആദ്യം കയറിയതെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ആ സർക്കാർ ഉദ്യോഗസ്ഥനായപ്പോഴും നാട്ടിലെ ക്ലബിനൊപ്പം ചേർന്ന് അവരുടെ ഓണാഘോഷ പരിപാടികളെല്ലാം സമയം കണ്ടെത്തി പങ്കെടുക്കുവാൻ അദ്ദേഹം അന്നും ശ്രമിച്ചിരുന്നു. അവിടെ എനിക്ക് മനസ്സിലാക്കുന്നത് യുവതാര എന്താണെന്നോ ഒരു ഗ്രന്ഥശാലയുടെ ലൈബ്രറിയനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം സ്വന്തം നാട്ടിൽ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുന്നതിനും അവർക്കൊപ്പം സമയം ചെലവിടുന്നതിനും
ഒരുപാട് മനസ്സ് കാട്ടിയ ഒരാൾ 2023 നവംബർ മാസം ഒക്ടോബർ മാസം 21-ാം തീയതി കൊല്ലം ജില്ലയുടെ കളക്ടറായി വന്ന് അധികാരമേൽക്കുമ്പോൾ നമുക്ക് ചെറിയ ആശങ്കകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൊട്ട് മുൻപിരുന്ന കളക്ടർ നമ്മളുമായി അത്രത്തോളം ഇടപഴകി പോയ ഒരാളായിരുന്നില്ല. എന്നാൽ അതിനു മുൻപിരുന്ന ശ്രീ അബ്ദുൽ നാസർ എല്ലാവരുമായും സജീവമായി ഇടപെടുന്ന ഒരാൾ തന്നെയായിരുന്നു. എല്ലാ ഇടങ്ങളിലും ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു. 2 വർഷം എത്തുവാൻ ഇനി 1 മാസം കൂടി മാത്രം ശേഷിക്കുമ്പോൾ എൻ ദേവിദാസിനെ അറിയാത്ത ഒരു മനുഷ്യൻ പോലും കൊല്ലം ജില്ലയിൽ ഇല്ല എന്ന് അടിവരയിട്ട് പറയുവാൻ കഴിയും. എല്ലായിടങ്ങളിലും സമയം കണ്ടെത്തി പങ്കെടുക്കുവാനും അതിനെല്ലാം ചുക്കാൻ പിടിക്കുവാനും ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നത് ശ്രീ എൻ ദേവിദാസ് കളക്ടറായി ഇരിക്കുമ്പോഴാണ്. അതിനേക്കാൾ ഒരു പക്ഷേ ഉത്തരവാദിത്തം കൂടുന്ന ഒരു വിഷയമായിരുന്നു ജനകീയ യാത്ര. ഈ സർക്കാർ ഒരു മന്ത്രിസഭ മുഴുവൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചേരുന്ന ഒരു യാത്രയുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും ഈ സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരും എല്ലാ സർക്കാർ സംവിധാനങ്ങളുമെല്ലാം ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന ആ യാത്രയെ നിയന്ത്രിച്ചത്, ജില്ലയിൽ ഏറ്റവും വിജയകരമായി നിയന്ത്രിച്ചത് ഈ കളക്ടർ തന്നെയാണ്. അങ്ങനെ തുടങ്ങി ഏതെടുത്തുവാലും രാഷ്ട്രീയം കളക്ടർക്ക് ബാധകമല്ലെങ്കിൽ കൂടി സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഴുവൻ മന്ത്രിമാരും 2-3 ദിവസം രാവും പകലും കൊല്ലം ടൗണിൽ കേന്ദ്രീകരിച്ച് താമസിക്കുകയും CPIM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോൾ ഒരു നിമിഷം പോലും ഉറങ്ങാതെ ഇതിനെല്ലാം കാത്തു നിൽക്കേണ്ട ഒരു പാളിച്ച പോലും എങ്ങും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സദാ ജാഗരൂകനായി നിന്ന കളക്ടറെയും നമ്മൾ കണ്ടു. ആ നിലയിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ആവശ്യഘട്ടങ്ങളിലെല്ലാം ഈ കളക്ടറുടെ സേവനം ഈ പൊതുസമൂഹത്തിന് മുഴുവൻ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ക്ഷണിച്ചത് 6-ാം തീയതിയാണെങ്കിലും ഒരുപക്ഷെ അദ്ദേഹത്തിന് 6-ാം തീയതി എത്താതെ തനിക്ക് പുതുതായി ഏറ്റെടുക്കേണ്ടി വന്ന ചുമതലകളിലേക്ക്, അല്ലെങ്കിൽ എന്താണ് 6-ാം തീയതി അസൗകര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നാൽ പോലും 6-ാം തീയതിയിൽ ഒരുപക്ഷെ ഇവിടുത്തെ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് അദ്ദേഹത്തിന് പോകാമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ഇവിടെ എന്നെ കാത്തിരിക്കുന്ന 1042 അച്ഛനമ്മമാരുണ്ട്. അവരോടൊപ്പം അല്പനേരമെങ്കിലും വർത്തമാനം പറഞ്ഞിട്ട് ഒരു പാട്ടെങ്കിലും പാടിയിട്ട് പോയില്ലെങ്കിൽ ഈ ഓണം പൂർത്തിയാകില്ല എന്നൊരു വിശ്വാസം ചുരുക്കുക അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും അദ്ദേഹം നമുക്കൊപ്പം ഇന്ന് എത്തുവാൻ സമയം കണ്ടെത്തി ഇവിടെ എത്തിയത്. ചടങ്ങിൽ കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത ചിത്രകാരൻ ഹരീഷ്, +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആലിയ MS, അനൂപ് S തുടങ്ങിയവർക്ക് ദേവിദാസ് N IAS സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് M ജില്ലാ കളക്ടർ N ദേവിദാസിന് സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹോപകാരം സമർപ്പിച്ചു. സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് M, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശ ടീച്ചർ, രതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. സമുദ്ര ഫോക്ലോർ അക്കാദമി പ്രസിഡന്റ് അജിത് ലാൽ ചടങ്ങിൽ നന്ദി പറഞ്ഞു.